കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധമാണിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഇപ്പോൾ സമരവും പ്രതിഷേധവും ഒക്കെ പകരത്തിന് പകരം എന്ന നിലയിലേക്ക് മാറുകയാണോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? ആര്യ, അതായത് കൃഷ്ണകുമാർ, ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരായി ഒരു ലൈംഗിക ആരോപണ പരാതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ പാലക്കാട്ടെ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഈ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പിന്നീട് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നേരത്തെ കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലഭിച്ചുള്ള പരാതി, അത് നേരത്തെ തന്നെ കോടതി തള്ളിയ പരാതിയാണെന്ന് കൃഷ്ണകുമാർ തെളിവുകൾ സഹിതം പുറത്തുവിടുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും പ്രതിഷേധം നടത്താൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ശക്തമായിട്ടുള്ള സമരങ്ങളായിരുന്നു ബി.ജെ.പി, DYFI പോലുള്ള സംഘടനകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെങ്കിൽ കോൺഗ്രസിന് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി ഈ പ്രതിഷേധത്തിന് എതിരെ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ നേതാക്കളായിട്ടുള്ള PT അജ്മൽ, സദ്ദാം ഹുസൈൻ, അതുപോലെ തന്നെ രതീഷ് പുതുശ്ശേരി, മറ്റ് നേതാക്കൾ, അതുപോലെ തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും പോലീസിനെ എതിർത്തുകൊണ്ട്, ആ ജലപീരങ്കി എതിർത്തുകൊണ്ട് ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. അവർ പറയുന്നത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള പരാതിയിൽ പാർട്ടി കനത്ത നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ജലപീരങ്കി പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ജലപീരങ്കി വാഹനം അത് പോലീസിന് നേരെ ഇപ്പോൾ അടിക്കുകയാണ്. സുരക്ഷ ഒരുക്കാനെത്തിയ പോലീസിന് നേരെ ജലപീരങ്കി അടിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിനെ തുടർന്ന് പോലീസിനെ പരിഹസിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ വീണ്ടും ഈ പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്നു. കൂട്ടമായി പോലീസിനെ മറികടന്നുകൊണ്ട് ബി.ജെ.പി ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങിയിരിക്കുന്നു. ബാരിക്കേഡ് ഇപ്പോൾ വടികൾ ഉപയോഗിച്ചുകൊണ്ട് തല്ലിപ്പൊട്ടിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വടിയും മരച്ചില്ലകളും തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ബക്കറ്റ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുന്നു. ഏതായാലും യൂത്ത് കോൺഗ്രസിനും സംബന്ധിച്ചിടത്തോളം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ തുടർന്ന് പാലക്കാട് നടന്ന പ്രതിഷേധങ്ങൾക്ക് അതിനൊരു മറുപടി എന്നോളമാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഈ പരാതിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസും ഇത്തരത്തിലൊരു പ്രതിഷേധം നിലവിൽ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ആരോപണം, അതായത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഈ ആരോപണം എന്ന് പറയുന്നത് അത് കോടതി തന്നെ തള്ളിയിട്ടുള്ള ഒരു പരാതിയാണെന്ന് കൃഷ്ണകുമാർ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയും പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ ഈ പ്രതിഷേധമായി എത്തുകയായിരുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് ഈ പ്രവർത്തകർ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ബി.ജെ.പി ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമമായി തുടരുകയായിരുന്നു. കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്താണ്. ഏതായാലും അവരെ പോലീസ് നേരത്തെ തടഞ്ഞു. പിന്നാലെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഏതായാലും പോലീസും ഈ പ്രതിഷേധക്കാരും ഇപ്പോഴും മേഖലയിൽ തന്നെ തുടർന്നു. പോലീസിനോട് പ്രതിഷേധക്കാർ കയർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ അവർക്ക് പോലീസിന് നേരെ വടികൾ ഉൾപ്പെടെ എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പ്രതിഷേധക്കാർക്ക് നേരെ ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് ബലമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ജയഘോഷിനെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. മറ്റ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നിഖിൽ കണ്ണാടി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള OK ഫാറൂഖ്, പ്രതീഷ് മാധവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേരത്തെ ഇവരെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയതാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടുകൂടിയാണ് പിന്നീട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, കോൺഗ്രസ് കൗൺസിലർമാരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പോലീസ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിരിക്കുന്നു. അറസ്റ്റ് വരിക്കാൻ തയ്യാറാവാൻ പോലീസിന് നേരെ തിരിഞ്ഞിട്ടുള്ള പാലക്കാട് കൗൺസിലറായിട്ടുള്ള FP ബഷീറിന് നേരെയാണ് ഇപ്പോൾ പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്.